ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അതിൽ നല്ല നല്ല സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മന്ത്രിയുടെ തന്ത്രം. പണ്ട് വിക്രമപുരം എന്ന രാജ്യത്ത് വാസു എന്നൊരു പെരുങ്കള്ളൻ ജീവിച്ചിരുന്നു. പാതിരാത്രിയിൽ ഗ്രാമീണരുടെ വീട്ടിൽ കയറി വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും കോഴിക്കൂട്ടിൽ നിന്ന് കോഴികളെ പിടിച്ചു കൊണ്ടുപോയി കശാപ്പ് ചെയ്ത് വയറ് നിറക്കുകയും ചെയ്യുന്നത് കള്ളൻ വാസുവിൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. വാസുവിൻ്റെ ഉപദ്രവം കാരണം ജനങ്ങൾ പൊറുതിമുട്ടി. രാത്രിയിൽ ഗ്രാമീണർ ഒറ്റയായും സംഘമായും വീടുകൾക്കു സമീപം വാസുവിനെ പിടിക്കാൻ ഒളിച്ചിരുന്നെങ്കിലും ആ രാത്രിയിലൊന്നും വാസുവിൻ്റെ പൊടി പോലും കണ്ടില്ല. ഗത്യന്തരമില്ലാതെ ജനങ്ങൾ വിക്രമ മഹാരാജാവിനെ കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. രാജാവിൻ്റെ അതിബുദ്ധിമാനായ മന്ത്രിയായിരുന്നു സത്യപാലൻ. വിക്രമ മഹാരാജാവ് തൻ്റെ മന്ത്രിയോട് കള്ളൻ വാസുവിനെ പിടിക്കാനൊരു തന്ത്രം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. സത്യപാലൻ പിറ്റേന്ന് തന്നെ രാജാവിനെ മുഖം കാണിച്ച് വാസുവിനെ പിടികൂടാനുള്ള തൻ്റെ സൂത്രം അറിയിച്ചു. അത് കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി. പിറ്റേന്ന് കവലകളിൽ രാജാവിൻ്റെ ഭടന്മാർ ചെണ്ട കൊട്ടി അറിയിച്ചു. ഡും ഡും ഡും. വിക്രമ മഹാരാജാവ് അറിയിക്കുന്നത്: നാളെ നമ്മുടെ മന്ത്രി സത്യപാലൻ്റെ വീട്ടിൽ വെച്ച് രാജ്യത്തെ എല്ലാ ദരിദ്രജനങ്ങൾക്കും ഒരു സ്വർണ്ണ നാണയം വീതം നൽകാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. വിളംബരം കേട്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. അമ്മോ, ഈ രാജാവിൻ്റെ ഒരു ഔദാര്യം! എത്ര നല്ല രാജാവ്! കള്ളൻ വാസുവും ഈ വിവരമറിഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ മന്ത്രിയുടെ വീട്ടിൽ കയറി ആ സ്വർണ്ണ നാണയങ്ങൾ അടിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം അവൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ വാസു സകല സന്നാഹങ്ങളുമായി മന്ത്രിയുടെ വീട്ടിലെത്തി. മന്ത്രിയുടെ വീടിനടുത്തുള്ള ഒരു തെങ്ങിൽ വലിഞ്ഞു കയറി. വീട്ടിന് മുകളിലേക്ക് ചാടാനൊരുങ്ങവേ നിരവധി തീപ്പന്തങ്ങൾ തൻ്റെ നേർക്ക് കുതിച്ചു വരുന്നത് കണ്ട് വാസു തെങ്ങിൽ നിന്ന് പിടിവിട്ട് പത്തോം എന്ന് നിലം പതിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭടന്മാർ വീടിനു ചുറ്റും ഒളിച്ചിരുന്നത് വാസു അറിഞ്ഞിരുന്നില്ല. അവർ വാസുവിനെ പിടിച്ചു കെട്ടി. രാജാവിൻ്റെ വിളംബരം വാസുവിനെ പിടികൂടാനുള്ള നാടകമായിരുന്നുവെങ്കിലും നല്ലവനായ വിക്രമ മഹാരാജാവ് തൻ്റെ രാജ്യത്തെ ദരിദ്രർക്ക് കൊട്ടാരത്തിൽ വെച്ച് ഓരോ സ്വർണ്ണ നാണയം വീതം സമ്മാനിച്ചു. മന്ത്രി സത്യപാലൻ്റെ ബുദ്ധിയെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു.